നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദെമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതേവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആത്മീയ സ്നാനത്തെ ധ്യാനിക്കാം. ഇന്നലത്തെ സുവിശേഷത്തിൻ്റെ തുടർഭാഗമാണെന്ന്. യേശു വീണ്ടും നിക്കോദെമോസിനോട് സംസാരിക്കുന്നു. അദ്ദേഹം സത്യമറിയുവാൻ ആഗ്രഹിച്ചതിനാൽ സത്യത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു സ്വർഗീയ സത്യങ്ങൾ അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ച് നൽകുന്നു. ഇസ്രായേലിൻ്റെ ഗുരുവായ ജ്ഞാനിയായ താങ്കൾ എന്ത് ഇക്കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് യേശു ചോദിക്കുന്നുണ്ട്. അതെ, നാം ഈ ലോകത്ത് അറിവും ബോധ്യവും ഉള്ളവരാണ് എന്ന് പറയുന്നുവെങ്കിൽ അപ്രകാരം ജീവിക്കുവാൻ ബാധ്യസ്ഥത ഉള്ളവരാണ്. നാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ ജ്ഞാനം ഉള്ളവരും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവരുമാകണം. ക്രിസ്തുവിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും യേശു കൃത്യമായ ഉത്തരം നൽകി. ഒരു ആത്മീയ ജനനത്തിൻ്റെ നന്മ എന്തെന്നും വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തെന്നും ക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. ഒരു പുതിയ രൂപാന്തരീകരണ മനുഷ്യനായിട്ടാണ് ആത്മാവിൽ ജനിച്ച ഓരോ വ്യക്തിയും ഉണ്ടാവുക. അഥവാ തൻ്റെ പഴയ ജീവിതം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നിർമ്മലമായ ഒരു ജീവിതത്തിന് ഉടമയായിത്തീരുന്നു. നാം ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അത് എളിമയുടെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും ജീവിതമാണ്. ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്രകാരമാണ്. നാം ജലത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വചനത്താൽ ബലപ്പെടുത്തി സ്വർഗീയ കൃപാവരങ്ങളാൽ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ തിരുമനസ്സിനൊത്ത് നയിക്കപ്പെടാൻ ശുഭവസ്ത്രത്താൽ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെട്ട ആത്മീയതയുടെ ബലമാണത്. ജ്ഞാനസ്നാനം ഒരു വ്യക്തിയെ സ്വർഗത്തിന് അവകാശിയാക്കുകയും തിരുസഭയുടെ അംഗമാക്കുകയും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമന പുത്രനായി പുത്രിയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആകയാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ഏറ്റവും വിശ്വസ്തതയുള്ള മക്കളായി നിലകൊള്ളാനുള്ള ക്ഷണം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. നാം ക്രിസ്തുവിനോട് നമ്മുടെ ദുഃഖവും വേദനയും നൊമ്പരങ്ങളും നമ്മുടെ സംശയങ്ങളും നമ്മുടെ ആവശ്യങ്ങളും സമർപ്പിക്കുമ്പോൾ സ്വർഗം നമുക്ക് വ്യക്തമായ ഉത്തരം നൽകി നമ്മെ ബലപ്പെടുത്തുമെന്നും യേശു ഓർമ്മപ്പെടുത്തുന്നു. നിക്കോദെമോസ് പണ്ഡിതനായിരുന്നിട്ടും അദ്ദേഹം സംശയങ്ങൾ ചോദിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വിനീതനായി വന്നു. നമുക്കും വിനീതരായി ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കുകയും ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് കൃപാവരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.